നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, കേൾക്കുമ്പോൾ വല്ലാതങ്ങ് ചൊടിക്കും. എതിർകക്ഷി ചിന്തിക്കുന്നതും പറയുന്നതും അതേ വികാരത്തോടെ തന്നെ മുമ്പിലുള്ളവർ എടുക്കണമെന്നില്ലല്ലോ. പറഞ്ഞു വന്നത് കുന്നംകുളം കൗൺസിൽ യോഗത്തിലെ വാക്കേറ്റവും തർക്കത്തെക്കുറിച്ചുമാണ്. ചെയർപേഴ്സന്റെ ചോദ്യം കോൺഗ്രസ് കൗൺസിലർമാർക്ക് രസിച്ചില്ല. പിന്നെ എന്തുണ്ടായി എന്ന് കണ്ടോളൂ. കുന്നംകുളം നഗരസഭയിൽ തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും കോൺഗ്രസ് അംഗം ബിജു സി ബേബിയും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. ചെയർപേഴ്സന്റെ പരാമർശത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് ലേലത്തിൽ നിന്നും ഒന്നാം കരാറുകാരൻ പിൻവാങ്ങിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കരാറുകാരന് 22 ലക്ഷം രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് ശരിയായ നടപടിയല്ലെന്നും വിഷയത്തിൽ റീടെൻഡർ ചെയ്യണമെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നാം കരാറുകാരൻ സെക്യൂരിറ്റി തുക ലഭിക്കുന്നതിനു വേണ്ടി ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ചോദ്യമായിരുന്നു കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം രൂപ വർധനവിനാണ് ബസ് സ്റ്റാൻഡ് ലേലം ഉറപ്പിച്ചത്. പങ്കെടുത്തവരിൽ നിന്നും 1 ലക്ഷം രൂപ വീതം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നഗരസഭ വാങ്ങാറുണ്ട്. ആദ്യ കരാറുകാരൻ ലേലത്തിൽ നിന്നും ഒഴിവായ സാഹചര്യത്തിൽ നഗരസഭാ ചട്ടമനുസരിച്ചുള്ള നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കരാറുകാരന് ലേലം ഉറപ്പിച്ചത്. നിക്ഷേപത്തുക മടക്കി നൽകാൻ കരാറുകാരൻ ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സന്റെ ചോദ്യമാണ് കോൺഗ്രസ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ചെയർപേഴ്സന്റെ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിൽ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുകയും ക്ലർക്കിൽ നിന്നും അജണ്ടകൾ വാങ്ങി കീറിയെറുകയും ചെയ്തു. കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. സംഭവത്തെ തുടർന്ന് ചെയർപേഴ്സന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഓഫീസിന് മുമ്പിൽ ധർണയും നടത്തി. അതേസമയം കോൺഗ്രസ് അംഗങ്ങൾ തന്റെ വാക്ക് വളച്ചൊടിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സീതാ രവീന്ദ്രൻ പറഞ്ഞു. ബിജു സി ബേബിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ഗ്രൂപ്പിസം മറച്ചുപിടിക്കാൻ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും സീതാ രവീന്ദ്രൻ പറഞ്ഞു. ഒന്നാം തരത്തിലുള്ള ആള് 22,05,000 എടുക്കുകയും രണ്ടാമത്തെ ആള് 22 ലക്ഷത്തിന് കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ആള് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുക എന്നുള്ളത് എന്റെ ലേല വ്യവസ്ഥിതിയിലുള്ളതാണ്. അയാൾക്ക് കൊടുത്തു. അതിൽ നഗരസഭയ്ക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല. അല്ലാതെ സാമ്പത്തിക അഴിമതി എന്നുള്ളത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അത് അവരുടെ ആളുകൾ തന്നെ അത് അങ്ങനെ വളച്ചൊടിച്ച് ബിജുവിനെതിരെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാ. അതല്ലാതെ സാമ്പത്തിക അഴിമതി എന്നത് അവരുടെ ആളുകൾ തന്നെ എഴുതി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്. ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. പക്ഷേ ഇത്തരം വാഗ്വാദങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരന് വേണ്ടി ആര് സംസാരിക്കും എന്നതാണ് ചോദ്യം. പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും വികസന കാര്യങ്ങളുമെല്ലാം വേണ്ടുവോളം ചർച്ച ചെയ്യാനുള്ളപ്പോൾ വിലപ്പെട്ട സമയം പാഴ്സമയമായി മാറ്റുന്നതിൽ ഓരോ ജനപ്രതിനിധികൾക്കും പങ്കുണ്ട്. അതും ഓർക്കുന്നത് നല്ലതാണ്. പുതിയ അധ്യയന വർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ പുതിയ യൂണിഫോമും പുസ്തകങ്ങളുമായി സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. പക്ഷേ കുട്ടികളുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയാകുന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. സ്കൂളുകളിൽ നിന്ന് യൂണിഫോമിനുള്ള തുണി നേരത്തെ ലഭിച്ചാൽ മാത്രമേ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയുള്ളൂ. പക്ഷേ യൂണിഫോം തുണിയും പുസ്തകങ്ങളും ഇപ്പോൾ വിതരണം ചെയ്യേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിനുള്ള കാരണവും വിശദീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം കഴിഞ്ഞ ആഴ്ചകളിൽ സ്കൂളുകളിൽ എത്തിയെങ്കിലും വിതരണം ചെയ്യേണ്ടെന്നാണ് നിർദ്ദേശം. ഇത്തവണ മാറ്റമുള്ള 1, 3, 5, 7, 9 ക്ലാസുകളിലെ പുതിയ പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടില്ല.
പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിതരണം നീളുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കും. മുൻ വർഷങ്ങളിൽ മാർച്ചിലും ഏപ്രിലിലും യൂണിഫോം തുണി എത്താറുണ്ടെങ്കിലും ഇത്തവണ വൈകി. സ്കൂളുകൾക്ക് ലഭിച്ച തുണി വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്ക് സർക്കാർ നിശ്ചയിച്ച അളവനുസരിച്ച് മുറിച്ചു വെക്കുന്നുണ്ടെങ്കിലും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പുതിയ പാഠപുസ്തകങ്ങളും യൂണിഫോം തുണിയും നിർദ്ദേശം വന്നതിനു ശേഷം വിതരണം ചെയ്താൽ മതിയെന്നാണത്രേ സ്കൂളുകളെ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യൂണിഫോം പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താൻ തടസ്സമുണ്ട്. ഇതാണ് വിതരണം വൈകുന്നതിന് കാരണമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 വരെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ജൂൺ 3-നാണ് സ്കൂൾ തുറക്കുന്നത്. പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിനു ശേഷമാണ് വിതരണമെങ്കിൽ പുത്തൻ യൂണിഫോം അണിയാൻ കുട്ടികൾ പിന്നെയും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും. യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് അധ്യാപക സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ മന്ത്രി അറിയിച്ചിരുന്നെങ്കിലും എന്ന് നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. യൂണിഫോം തുണി നേരത്തെ വിതരണം ചെയ്തില്ലെങ്കിൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാകാനും വൈകും. സ്കൂളിൽ പുതുതായി ചേരുന്ന കുട്ടികളെയാണ് യൂണിഫോം പ്രശ്നം ഏറെയും ബാധിക്കുക. അതത് സ്കൂളുകളിൽ മുൻ വർഷം പഠിച്ചിരുന്നവർക്ക് പഴയ യൂണിഫോം ധരിക്കാമെങ്കിലും നവാഗതർ യൂണിഫോം തയ്ച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കണം. 8ന്റെ പണി കിട്ടിയത് പാവം കുട്ടികൾക്കാണ്. പെരുമാറ്റച്ചട്ടമൊന്നും കുട്ടികൾക്ക് അറിയേണ്ട കാര്യമില്ല. സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം ധരിച്ചു വരണമെങ്കിൽ ഇപ്പോഴെങ്കിലും തുണി കിട്ടിയാലേ പറ്റൂ. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വന്ന തുണി കിട്ടി സ്റ്റിച്ച് ചെയ്ത് ലഭിക്കാനും കാത്തിരിക്കേണ്ടി വരും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകങ്ങളും യൂണിഫോമും എല്ലാ വർഷവും വിതരണം ചെയ്യാറുള്ളതാണ്. അതിൽ പെരുമാറ്റച്ചട്ടം നോക്കേണ്ടതുണ്ടോ എന്നാണ് പൊതുജനാഭിപ്രായം. പഠിച്ചതേ പാടൂ എന്നാണ് മലയാളികളുടെ പൊതുരീതി. എത്രയൊക്കെ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതെന്തോ അതേ ചെയ്യും. മാലിന്യം പൊതുയിടങ്ങളിൽ വലിച്ചെറിയാൻ പാടില്ല എന്നത് പൊതുജനത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ പിടിക്കപ്പെട്ടാൽ പിഴശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും അതുതന്നെ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരും ഒപ്പത്തിനൊപ്പം നിന്നല്ലേ പറ്റൂ. അരിയന്നൂർ പോക്കാക്കില്ലത്ത് അലി പരീദിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലേക്കാണ് പരിസരവാസികൾ ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്നത്. ഇതു സംബന്ധിച്ച് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശവാസിയായ ചാണൽ ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു. പരിശോധനയ്ക്കിടെ മാലിന്യത്തിൽ നിന്നു ലഭിച്ച ATM കാർഡാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താൻ സഹായകരമായത്. അലി പരീദിന്റെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നത്. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ പിഴ ചുമത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അംഗം PK അസീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. മാലിന്യം വലിച്ചെറിയുമ്പോൾ ആരും അറിയില്ലെന്നുള്ള ധാരണയാണ് മാറ്റേണ്ടത്. ഒരു തുണ്ട് കടലാസിൽ നിന്ന് കിട്ടുന്ന തെളിവ് മതി സാമൂഹ്യദ്രോഹികളെ കണ്ടെത്താൻ. മാലിന്യ നിക്ഷേപകർ അതുകൂടി മനസ്സിലാക്കിക്കോളൂ. പ്രത്യേകിച്ച് മഴക്കാലം വരാനിരിക്കെ ഈ മാലിന്യം തന്നെയാണ് ജലസ്രോതസ്സുകളിൽ എത്തുന്നതും. അതും നമ്മുടെ തന്നെ ആരോഗ്യത്തിനാണ് വില്ലനാവുക. ഇനി മാലിന്യം കുന്നുകൂടുമ്പോൾ സ്വന്തം പറമ്പിലിട്ട് നശിപ്പിക്കണോ അതോ വല്ലവിന്റെയും പറമ്പിൽ തട്ടണോ എന്ന് സ്വയം ചിന്തിച്ചോളൂ. ജീവിക്കാൻ തൊഴിലെടുക്കുക തന്നെ വേണം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് മറ്റുള്ളവർക്കിട്ട് പണി കൊടുത്താവരുത്. ഇനിയിപ്പോ അനധികൃതമാണെന്ന് തോന്നിയാൽ അവിടെ ആരിടപെടും? ആ കാര്യത്തിലും ഒരു ധാരണയില്ല എന്നാണ് ചില സംഭവ വികാസങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരാതികൾക്കപ്പുറം എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നിട്ടാകാം എന്ന് കരുതിയിട്ടാണോ എന്നും സംശയിക്കാതിരിക്കാനാവില്ല. ഇവിടെ തെരുവോര കച്ചവടക്കാരാണ് യാത്രികർക്ക് 8ന്റെ പണി കൊടുക്കുന്നത്. നേരത്തെ തട്ടുകട മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ബസ്സുകളും വാഹനങ്ങളും വരുന്നത് കാണാത്ത രീതിയിൽ വലിയ പന്തൽ കെട്ടി മറച്ചാണ് കച്ചവടം നടത്തുന്നത്. നേരത്തെ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കച്ചവടം ചെയ്യണമെന്ന് താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുറച്ചുനാൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരുന്നു കച്ചവടം. എന്നാൽ വീണ്ടും പഴയതിനേക്കാളും കൂടുതൽ മറ ഒരുക്കിയാണ് കച്ചവടം നടത്തുന്നത്. ഇതുമൂലം യാത്രക്കാർ ബസ് വരുന്നത് കാണാൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. നിരവധി അപകടമരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണിത്. തിരക്കേറിയ ജംഗ്ഷനിലെ തെരുവോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് നാട്ടുകാരനായ AK തിലകൻ ആവശ്യപ്പെട്ടു. നമ്മളെ ഈ കാരക്കാട് എടപ്പള്ളി റോഡിന്റെ അവിടെ ജംഗ്ഷനില് ബസ് പാർക്ക് പണിതിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പണിതിട്ടുള്ളതാണത്. പബ്ലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് പണിതത്. രണ്ടാമത് ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകള്
ഇവിടെ ഇരിക്കണ പാസഞ്ചേഴ്സിന് കാണാനില്ല. അവര് റോഡിൽ ഇറങ്ങി നിന്നിട്ട് വേണം ബസ് ഏതാണ് റൂട്ട്, ഏതാണ് അതിലേക്ക് ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് നോക്കണമെങ്കിൽ അപ്പഴത്തേക്കും ബസ് പാസ്സായി. അപ്പൊ അത് ഒന്ന് ഈ ഫുട്പാത്ത് കച്ചവടങ്ങളൊന്ന് കുറച്ച് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തിയിട്ടോ ഒരു കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാവണം, അതാണ് നമുക്ക് പറയാനുള്ളത്. യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി കാണാൻ നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചിലവിട്ട് നിർമ്മിച്ച നടപ്പാതയും ഇത്തരത്തിൽ തെരുവോരക്കാർ കയ്യേറിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും നഗരസഭ കണ്ണടയ്ക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ചിലർ അങ്ങനെയാണ്. താക്കീതുകൊണ്ടൊന്നും പിന്മാറില്ല. കർശന നടപടികൾ തന്നെ വേണ്ടിവരും. നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലത്ത് വീണ്ടും അപകടങ്ങൾ സൃഷ്ടിക്കാനേ ഇത്തരം പ്രവൃത്തികൾ ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും വേഗം വിഷയത്തിൽ ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തേ പറ്റൂ. ഒടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ ചൊല്ലിയുള്ള നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് അത്ര ദഹിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെ ടെസ്റ്റുകൾ നടത്തില്ല എന്ന നിലപാടിലായിരുന്നു സമരം. ഒടുവിൽ ചില വ്യവസ്ഥകൾ വെച്ച് മന്ത്രിയും വിട്ടുവീഴ്ച ചെയ്തു. പുതുതായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തിവന്ന സമരമാണ് പിൻവലിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു സമരം പിൻവലിച്ചത്. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ കടുംപിടുത്തവുമായി മുമ്പോട്ടു പോയിരുന്ന ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിച്ചത്. സമരം നടത്തിവന്നിരുന്ന മുഴുവൻ യൂണിയനുകളും സമരം പിൻവലിച്ചു. യൂണിയൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പുതിയ തീരുമാനങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു. എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. സർക്കുലറിൽ യൂണിയൻ മുന്നോട്ടുവെച്ച ചില ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരും. ഒരു MVI ഉദ്യോഗസ്ഥൻ ഉള്ള സ്ഥലത്ത് 40 ടെസ്റ്റ് നടത്തും. 2 ഉദ്യോഗസ്ഥർ ഉള്ളിടത്ത് 80 ടെസ്റ്റ് നടക്കും. പഴയതുപോലെ എച്ചെടുക്കൽ ആദ്യം നടത്തുമെന്നും അതിനുശേഷം റോഡ് ടെസ്റ്റ് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ. 2 വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് M80 വാഹനങ്ങൾ ഒഴിവാക്കും. ഇതിനായി 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് കാലിൽ ഗിയറുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായി മാറും. ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 നിന്ന് 18 വർഷമായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കും. ഇത് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കും. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ലൈസൻസ് എടുക്കുന്നയാളിന് അത് നല്ല ലൈസൻസ് തന്നെയായിരിക്കണം. ഡ്രൈവിംഗ് അറിയാവുന്നവർ മാത്രം വാഹനം ഓടിച്ചാൽ മതി. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഈ സമരം നന്നായി എന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ. കേരളത്തിന്റെ ലൈസൻസ് രാജ്യത്തു തന്നെ ഏറ്റവും നിലവാരമുള്ളതായി മാറണം. ഈ സമരം നല്ല ലൈസൻസ് നാട്ടിൽ ഉണ്ടാകാനും അപകടങ്ങൾ കുറയ്ക്കാനും വഴിയൊരുക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. നിയമങ്ങൾ കർക്കശമാക്കുന്നതിൽ തെറ്റ് പറയാനാവില്ല. കാരണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ, മരണങ്ങൾ, പരിക്കേറ്റവരുടെ നിസ്സഹായാവസ്ഥ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും കാണുന്നതും കേൾക്കുന്നതുമാണ്. ഡ്രൈവിംഗിലെ ശ്രദ്ധക്കുറവും നിയമങ്ങൾ പാലിക്കാത്തതുമെല്ലാം ഒരു പരിധിവരെ കാരണങ്ങളാണ്. കർശന നിയമ നിയന്ത്രണങ്ങളോടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അപകടത്തിന്റെ എണ്ണം കുറയാൻ കാരണമാവുമെങ്കിൽ അത് സ്വീകാര്യത തന്നെയാണ്. ആവശ്യത്തിന് ഉപകരിക്കുമ്പോഴാണ് പണം മുടക്കി നിർമ്മിച്ചവയ്ക്ക് വിലയുള്ളൂ. അല്ലെങ്കിൽ വെറും നോക്കുകുത്തി എന്ന പേര് മാത്രമാവും യോജിക്കുക. പൊതുജനത്തിന് ആശ്വാസമാകുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ പൂട്ടിയിടുന്നതിലും ഔചിത്യക്കുറവില്ലേ? പൊതുജനം പരാതി പറയുമ്പോഴും വാർത്തയായാലും മാത്രം നടപടിയെടുക്കാം എന്ന് കരുതിയാണെങ്കിൽ ഇനി അതിന്റെ കുറവ് വേണ്ട. പരാതി ഉള്ളവരുമുണ്ട്. ദിനംപ്രതി ആയിരങ്ങൾ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അല്പനേരമൊന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലോ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരപ്പ ഭക്തനായ മുംബൈ വ്യവസായി സുന്ദര അയ്യർ 5 കോടിയോളം രൂപ ചെലവിട്ട് തെക്കേനടയിൽ ഡോർമിറ്ററി ശുചിമുറി മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, വിശ്രമിക്കാനുള്ള ഇടം, ഭക്തരുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ ലോക്കറുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് മന്ദിരത്തിലുള്ളത്. ലിഫ്റ്റ് സൗകര്യത്തോടെ 3 നിലകളിലായി പണിതിട്ടുള്ള മന്ദിരം കഴിഞ്ഞ ഏപ്രിൽ 5-ന് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏപ്രിൽ 5-ന് സുന്ദര അയ്യരും കുടുംബവും മന്ദിരത്തിന്റെ താക്കോൽ ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടിയ മന്ദിരം
3 മാസത്തോളമായിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയിട്ടില്ല. സൗകര്യങ്ങൾ പൂർത്തിയാകാത്തതാണ് മന്ദിരം തുറന്നു നൽകാൻ വൈകുന്നത് എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ നടത്തിപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് മന്ദിരം തുറന്നു നൽകാൻ കാലതാമസമെന്നാണ് ഭക്തരുടെ ആരോപണം. അവധിക്കാലവും വൈശാഖ മാസവുമായതിനാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മന്ദിരം തുറന്നു നൽകിയാൽ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. അനാസ്ഥ കൈവിടിഞ്ഞ് മന്ദിരം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ആശയക്കുഴപ്പം തീർക്കേണ്ടത് അധികൃതരാണ്. പൊതുജനത്തിന് അതേക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ തിരക്ക് ഇരട്ടിയാണ്. ഈ സമയത്താണല്ലോ ഇത്തരം സൗകര്യങ്ങളുടെ ആവശ്യകത ഏറുന്നത്. അത് കണ്ടില്ലെന്ന് നടിച്ച് തൊടുന്യായങ്ങൾ പറയുന്നത് ശരിയല്ല. ഭക്തർ വഴിപാടായി സമർപ്പിച്ച കെട്ടിടത്തിൽ സൗകര്യക്കുറവുണ്ടെന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാം. പക്ഷേ യാഥാർത്ഥ്യം അറിയാത്തവരല്ല പൊതുജനം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന് സന്തോഷമുള്ളത് ചെയ്യാനുള്ള ഒരു ഊർജം ഉണ്ടായാൽ അത് തന്നെയാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒറ്റപ്പെടലുകളും മാനസിക സംഘർഷങ്ങളും മറയ്ക്കാൻ എന്തെങ്കിലും ഒരു ഹോബി നല്ലതാണ്. മാത്രമല്ല ഇത് വരുമാനമാർഗം കൂടിയായാലോ? പ്രായമല്ല, മനസ്സാണ് എല്ലാത്തിനും പ്രധാനം. പുന്നയൂരിൽ നിന്നുള്ള ഒരു പ്രവാസിയുടെ കൃഷി വിശേഷങ്ങൾ കാണാം. 30 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് നേരം പോക്കിനായി തൊടിയിലേക്കിറങ്ങി ചെടികൾ നടാൻ തുടങ്ങിയത്. പിന്നീട് പച്ചക്കറികൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. മണ്ണറിഞ്ഞ് വിളവ് ലഭിക്കാൻ തുടങ്ങിയതോടെ കൃഷി നെഞ്ചോട് ചേർക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തൊടിയിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടി വരും. വിവിധ തരം അലങ്കാര ചെടികൾ, വെണ്ട, വഴുതന, പടവലം തുടങ്ങി പച്ചക്കറികൾ, വിദേശീനം ഫ്രൂട്ട്സ്, പക്ഷി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങി തിരക്കോട് തിരക്കാണ് അബ്ദുൾ റഹ്മാന്. ജോലിക്കായി ഒരു സഹായി ഉണ്ടെങ്കിലും രാവിലെ പറമ്പിലിറങ്ങി നനയും പരിപാലനവുമെല്ലാം ചെയ്യും. കൂട്ടിന് ഭാര്യ സെഫിയയും ഒപ്പമുണ്ട്. കൃഷിക്കായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ലഭിക്കാറുണ്ടെന്നും അബ്ദുറഹ്മാൻ പറയുന്നു. ഏകദേശം ഒരു 20 വർഷത്തോളം ആയിട്ടുണ്ട് ഇത്ര കാര്യമായിട്ട്. ബേഡ്സൊക്കെ ഒരു 10 വർഷം. അതിന് മുന്നേ പ്രാവുകളുണ്ടായിരുന്നു, നല്ലോണം ഒരു 10-100 പ്രാവുകളുണ്ടായിരുന്നു, 100 കോഴികളുണ്ടായിരുന്നു. ഒക്കെ നിർത്തി ബേഡ്സാണ് ഇപ്പോൾ കുറേ കൂടുതൽ. ബേഡ്സും പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു. പച്ചക്കറി ഇപ്പോൾ ഒന്ന് കുറച്ചിരിക്കുന്നു. ഫ്രൂട്ട്സ് ചെടികളിലേക്ക് മാറുന്ന എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പ് ചെയ്യും. എനിക്ക് അവരാൽ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് തരുന്നു. മികച്ച കർഷകനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആത്മ അവാർഡ്, പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പച്ചക്കറിക്ക് പുറമെ പേര, മൂസമ്പി, ഓറഞ്ച്, വിദേശീനം ഫ്രൂട്ട്സായ സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, അഭിയു എന്നിങ്ങനെയും തൊടിയിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പക്ഷി വളർത്തലും ഇദ്ദേഹത്തിന്റെ ഹോബിയാണ്. കോക്ടെയിൽ, ജാവ, സൺകോണർ, യെല്ലോ ഹാമർ തുടങ്ങിയ ഇനം പക്ഷി വളർത്തലും വിൽപ്പനയും ഉണ്ട്. അക്വപോണിക്സിലൂടെ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. വിദേശത്തുള്ള 2 മക്കളും ഇദ്ദേഹത്തിന് കൃഷിയിൽ പ്രോത്സാഹനം നൽകാറുണ്ട്. ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഊർജ്ജമാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നും ഇദ്ദേഹം പറയുന്നു. കുട്ടികൾ നല്ല സപ്പോർട്ടാണ്. അവർക്കും ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റും. നമുക്ക് അവരോടും നല്ല സപ്പോർട്ടാണ്. അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ കൃഷി ചെയ്യാനും ഇതൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇനി എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്നവർക്കുള്ള പ്രചോദനം കൂടിയാണ് അബ്ദുറഹ്മാൻ. തൊടിയിലിറങ്ങി അലങ്കാര ചെടികളും പച്ചക്കറിയുമെല്ലാം നടുകയും പരിപാലിക്കുകയും ചെയ്ത് സന്തോഷം കണ്ടെത്തുകയാണ് ഇദ്ദേഹം. മണ്ണറിഞ്ഞ കൃഷിയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായാൽ വിളവ് താനെ വന്നു. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.